വി വി പാറ്റ് മെഷീന്റെ കൂടെ ഒരു ബയോമെട്രിക് ഫിംഗർ സ്കാനർ ഡിവൈസ് കൂടെ വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വിരലിൽ മഷി ഇടുന്ന പോലെയുള്ള ആചാരങ്ങളൊക്കെ പരിഷ്കരിക്കാൻ ഇനിയും സമയമായില്ലേ. UPI പോലെ ഓൺലൈൻ വോട്ടിംഗ് എന്ന് വരും. ഞാൻ ഓൺലൈൻ വോട്ടിങ്ങിന്റെ ആളാണ്. ഞാൻ ഈ അടുത്തിടെയും എൻ്റെ ഒരു സഹപ്രവർത്തനമായിട്ട് അത് സംസാരിച്ചേ ഉള്ളൂ. ഓൺലൈൻ വോട്ടിംഗ് വരിക എന്നുള്ളതാണ് ഈ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ബയോമെട്രിക് ഇപ്പൊ തന്നെ നമ്മൾ ഓഫീസിൽ തന്നെ ചെല്ലുന്നത് ബയോമെട്രിക് ആണ്, സ്കാനറാണ്, ഫേസ് സ്കാനറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാറിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മുഖം നോക്കിയിട്ട് അത് റെക്കഗ്നൈസ് ആണ് നമ്മൾ കയറുന്നത്. അത് ഇപ്പോൾ ഒരു 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇപ്പോൾ ഫേസ് സ്കാൻ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫേസ് സ്കാനർ കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം വെച്ചാൽ ഇത് ഫേസ്ബുക്കിൽ മൊബൈലിൽ ആപ്പ് വരികയാണ്. ആ ആപ്പിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യുകയാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുകയാണ്. ഓരോ വീട്ടിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ബന്ധമുള്ള, മൊബൈലുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡേറ്റ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. രജിസ്റ്റർ ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ഈ വോട്ടേഴ്സ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യണം. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു വോട്ടിൽ ആ ഒരു നമ്പർ, നിങ്ങൾക്ക് ഒരു ID നമ്പർ, ആ നമ്പറിൽ രണ്ടാമതൊരു വോട്ട് വന്നു കഴിഞ്ഞാൽ കീ എന്ന് കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമില്ല. പോസിബിൾ ആണ്, ഒരല്പം മെനക്കെടണം. പക്ഷെ നമ്മൾ വരുന്നത് എവിടെ നിന്നാണ്? ഞാൻ ഇന്നലെ ഒരു കർണാടകത്തിലെ ഒരു നേതാവ് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി പറയുന്നത്, പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളിങ്ങനെ ആളുകൾ കുത്തിയിരുന്ന് ഇങ്ങനെ അടിച്ച് വാരി അതിനകത്ത് ബോക്സിൽ കയറ്റിയിടുകയേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ബൂത്തുകൾ, 1-2 ബൂത്തുകളിൽ ഒരു ബൂത്ത് പിടുത്തം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ബൂത്ത് പിടുത്തത്തിന് ആളിനെ ഇറക്കുക, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അങ്ങനെ ഉണ്ട്, കേരളത്തിലും ഉണ്ട്. പക്ഷെ അത് കൂടുതലും കോഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഭീഷണിയൊക്കെ പെടുത്തി ആളുകൾ കുറെ കഴിഞ്ഞിട്ട് വന്ന് വോട്ട് ചെയ്യുക, പോളിംഗ് ഉദ്യോഗസ്ഥർ നിസ്സഹായരായിട്ടിരിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. പക്ഷെ വ്യാപകമായിട്ടില്ല. കേരളത്തിൽ ഏറെക്കുറെ നീതിയുക്തമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഏറെക്കുറെ ഒരു 90% അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെർസെൻറ്റേജ് വെച്ച് പറയുന്നതിൽ ചിലപ്പോൾ തെറ്റാൻ ശരിയാകാം. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്നാലും ഒരു അറൌണ്ട് 60 to 70% ഒക്കെ ആയിരിക്കും. ബാക്കിയൊക്കെ പല ഘട്ടങ്ങളിലായിട്ട്, പല തലങ്ങളിലായിട്ട് ക്രമക്കേടുകളും വീഴ്ചകളും ഉണ്ടാവും. ഈ 100 കോടിയോളം വരുന്ന ഒരു സമ്മതിദായകരുടെ പട്ടികയിൽ വെച്ചാണ് 1 തൊട്ട് നോട്ടിഫിക്കേഷൻ ഡീലിമിറ്റേഷൻ തൊട്ട് തുടങ്ങുന്നതാണ് ഇലക്ഷൻ. അവസാനം ഇലക്ഷൻ റിസൾട്ട്, പിന്നെ അത് കഴിഞ്ഞതിന്റെ ചോദ്യം ചെയ്യല്. ഇത് ഭീകരമായ ഒരു ലബോറിയസ് പ്രോസസ്സാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് ഇറ്റ് അറ്റ് എനി സ്റ്റേജ്. ഇറർ പ്രോൺ ആണ് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം. വോട്ടെടുപ്പ് അതിന്റെ ഓരോ സ്റ്റേജസും വളരെ ഇറർ പ്രോൺ ആണ്.